കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി വരുന്നു. അപ്പം ഇങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴിക്കും റോഡ് സൈഡിൽ 2 കുട്ടികൾ കച്ചവടം ചെയ്യണ കണ്ടു. ഈ വേനൽക്കാലത്ത് സ്കൂളൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ ചെയ്യുമല്ലോ മുട്ടായി കച്ചവടം, ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ സംഭവമാണ്. ഞാനിങ്ങനെ പോലെ പാസ് ചെയ്താണ്ട് കുറച്ച് മുമ്പൊക്കെ പോയി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്തെങ്കിലും ഒന്ന് വാങ്ങിയാലെന്ന് കരുതാണ് ഞാൻ തിരിച്ചു വന്നു. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സുർക്കിയിലിട്ട എന്തൊക്കെ ഐറ്റംസും അതേപോലെ സർബത്തും പിന്നെ കുറച്ച് മുട്ടായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരോട് എന്ത് പറഞ്ഞു, 100 ഗ്ലാസ് സർബത്ത് എടുത്തു വന്നു പറഞ്ഞു. 2 ഇറക്കന്മാരുണ്ട്. എന്നാൽ അതിലൊരുത്തന് നാരങ്ങ എടുത്താണ്ട് ചതച്ച് അവർ മുറിച്ചില്ലാത്ത കത്തിണ്ടേനു അവിടെ മുറിച്ച് ഗ്ലാസ്സിലേക്ക് പാർന്ന് ആദ്യം വെള്ളം ഒഴിച്ചു. നമ്മളെ കടയിലൊക്കെ ആദ്യം സർബത്ത് ഒഴിച്ചാണ് പിന്നല്ലേ വെള്ളം ഒഴിക്കാം. ആദ്യം വെള്ളം ഒഴിച്ചു, ഗ്ലാസ് മുക്കാലും വെള്ളം ഒഴിച്ചിട്ട് ശേഷം സർബത്ത് പാർന്നു. സർബത്ത് കുറച്ച് ഓവറായിക്കാണ്ട് പാർന്നു തന്നെ, നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു 12-13 വയസ്സുണ്ടാവുള്ളൂ, ചെറിയ ചെറുക്കന്മാരാണ്. ആ സർബത്ത് ഞാൻ കുടിച്ചു, നല്ല മധുരം ഉണ്ടായിരുന്നു, എന്നാലും കുടിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു എത്രയാണ് ആയത് ചോദിച്ചു. അതുപോലെ 20 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ എടുത്തിട്ട് ഒരു 50 എടുത്ത് കൊടുത്തു. ഞാൻ സംഭവമാക്കാൻ പറയില്ല, ഞാൻ 50 കൊടുത്തു. പോലെടുത്ത് ബാക്കിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചോ, കച്ചവടം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ പറഞ്ഞാണ്ട്. അപ്പോൾ ഓല് ചിരിച്ചാണ്ട് താങ്ക്സ് പറഞ്ഞു. ഓൽക്ക് അത്യാവശ്യം സന്തോഷമായിരിക്കണം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഡബിൾ പൈസ കിട്ടല്ലേ. അപ്പം ഞാൻ ഇന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് 20 റുപ്യേൻ്റെ സാധനത്തിന് ഒരാൾ 50 റുപ്യ തന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അവിടെ തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു കണ്ടാണ് വണ്ടി ഓട്ടുന്നത്, അതേപോലെ തന്നെ പാട്ട് പാടിക്കൊണ്ടൊക്കെയാണ് വണ്ടി ഓട്ടുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, ഞാൻ അങ്ങനെ ഒരു ആക്ട് ചെയ്തപ്പോൾ എൻ്റെ ഹാപ്പിനെസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റായി, എൻ്റെ മൂഡ് ഇമ്പ്രൂവ് ആയി. അതിനർത്ഥം ഹാപ്പിനെസ് എന്ന് പറയുന്നത് എപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ഇമോഷൻ എന്ന് മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നമുക്ക് അതിന് വേണ്ടി നമ്മളൊരു ആക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹാപ്പിനെസ് എന്ന ഇമോഷൻ വന്നിട്ട് ചിരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ അതിനുള്ള ആക്ഷൻസ് ഇടുക, ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ആക്ഷൻസ് ഇടുക, ദെൻ ജസ്റ്റ് ബിക്കം ഹാപ്പി. ഈ ഒരു വീഡിയോയിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ, അതിനുള്ള കോമൺ പോയിന്റ്സ് ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാനുള്ള അതാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. ഹ്യൂമൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ബീയിങ്സ് ആണ്. നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കമ്മ്യൂണിറ്റീൻ്റെ കൂടെ, നമ്മളൊരു ട്രൈബിൻ്റെ കൂടെയാണ് എപ്പോഴും ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ വി ഗാഡ് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് തന്നെ. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ശരിക്കും പോസ്റ്റ് ഇടുന്നത് എന്തിനാണ്? മെയിൻലി സാധാരണ ഒരാളെ സംബന്ധിച്ച്, ഒരു ക്രിയേറ്റർ എന്നല്ല, സാധാരണ ഒരാളെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ നിന്ന് വാലിഡേഷൻ കിട്ടാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഓലെ കാണിക്കാൻ തന്നെയാണ്. അല്ല എന്താ, അപ്പോൾ നമ്മൾ ശരിക്ക് നമ്മളൊരു ട്രൈബായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യേ, അങ്ങനെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ ട്രൈബിന് വേണ്ടി ഹണ്ട് ചെയ്താണ്ട് എന്തെങ്കിലും സംഭവം കൊണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓല അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. അങ്ങനെ ആയിരുന്നു മനുഷ്യന്മാരുടെ ജീവിതം. പക്ഷേ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മളൊരു ഒരു ഭംഗിയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താണ്ട് ഇട്ടാലും ബാക്കിയുള്ള കുറേ പൊട്ടന്മാരുണ്ടാവും കമൻറ്റ് ഇടാൻ. ഓ പൊളി, അടിപൊളി, നല്ല ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് കുറേ വരും, കുറേ ലൈക്ക് കിട്ടും, ചുവപ്പ് കളറിൽ നമുക്ക് നല്ല വാലിഡേഷൻ കിട്ടും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളെ കേസിലാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളെ കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് നമ്മളെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ അപ്രിസിയേഷനും വാലിഡേഷനും ഇങ്ങോട്ട് നല്ല മെസ്സേജുകളൊക്കെ കിട്ടും. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. വി ആർ ആൾവേസ് ലൈക്ക് അലോൺ. ലോൺലിനെസ്, ലെസ് ടൈം വിത്ത് പീപ്പിൾ, ലാക്ക് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇത് തന്നെയാണ് ഹാപ്പിനെസ് കുറയാനുള്ളൊരു മെയിൻ കാരണം. കാരണം ഡിപ്രഷൻ്റെ അളവ് കൂടി ഇങ്ങനെ വരികയാണ്. വൈ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ മേ ബി പുറത്തേക്കൊന്നും ഇറങ്ങുന്നുണ്ടാവില്ല, ഇങ്ങനെ യൂട്യൂബ് കണ്ട് ഉത്തരക്ക് കയറും, എങ്ങനെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാം, എങ്ങനെ സോഷ്യൽ സ്കിൽസ് ഉണ്ടാക്കാം, ഫുള്ള് യൂട്യൂബ് കണ്ട് ഉത്തരക്ക് കയറും. ഏറ്റവും ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാനുള്ളത് സോഷ്യൽ ആക്ടിവിറ്റീസാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എല്ലാവരും പാടി കൂടിയിട്ട് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കളിക്കുക, അല്ലാണ്ടെങ്കിൽ കുളത്ത് ചാടാൻ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയാണ്ട് ഫിഷിങ്ങിന് പോവുക. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഇറ്റ് ജനറലി ബൂസ്റ്റ് യുവർ ഹാപ്പിനെസ്. ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നറിയാൻ പറ്റുന്ന ആൾക്കാർ, അതുപോലെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യണതൊക്കെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോ എക്സാമ്പിൾസ് വെച്ചാണ് പറഞ്ഞുതരാം എൻ്റെ ലൈഫിൽ ഉണ്ടായത്. അതിൽ ഒന്നാമത്താണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ബീച്ച് വർക്കൗട്ട് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഐസ് ബാത്തും സ്റ്റീം ബാത്തും ചെയ്താണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു ദിവസം ഇപ്പോൾ ഞാൻ അതിന് പകരം ഫോണിൽ കളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് ആ ഒരു രസം കിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് തലേന്ന് രാത്രി ഒല്ലിൻ്റെ മെസ്സേജ് അയച്ചു, നാളെ എന്താ പരിപാടി, നാളെ ഫ്രീ ആണോ, നാളെ നമുക്ക് ബീച്ച് വർക്കൗട്ട് ചെയ്യാൻ പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, കാലിക്കറ്റ് പോവാം, അവിടെ എനിക്ക് ഐസ് ബാത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട്, അപ്പം
വർക്കൗട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറിയാണ്ട് പോരാൻ തന്നു. ഞങ്ങൾ ഏർലി മോർണിംഗിൽ 5 മണിക്കൊക്കെ ഇവിടെ നിന്ന് വിട്ടു. എന്നിട്ട് അവിടെ എത്തി ബീച്ചിൽ കുറച്ച് വർക്കൗട്ട് ചെയ്തു, സ്പ്രിൻറ്റിങ് വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് സൺലൈറ്റ് ഒക്കെ കൊണ്ട് കുറച്ച് ഫുട്ബോളൊക്കെ കളിച്ച് അവിടെ കുറച്ച് വിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വീഡിയോയിൽ പറയാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അണ്ണന്മാരൊക്കെ അവിടെ വന്നാണ്ട് എന്നിട്ട് കുറച്ച് നേരം ഫുട്ബോൾ കളിച്ചിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ അവിടെ നിന്ന് കയറി ഐസ് ബാത്ത് ചെയ്തു, സ്റ്റീം ബാത്ത് ചെയ്തു. എല്ലാവരും കൂടിയാണ്ട് ഭയങ്കര എല്ലാവരും ഒപ്പം കുളിച്ചൊക്കെ ചെയ്ത് സംഭവം വിറ്റേനും. എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചാണ്ട് തിരിച്ചു പോന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ആ ഒരു മെമ്മറി നല്ലൊരു സംഭവം ആവാനുള്ള കാരണം എന്താ, ആ ഒരു നല്ലൊരു വൈബ് ആവാനുള്ള കാരണം എന്താ, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഹാവിങ് കോൺവെർസേഷൻസ്, ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. അവിടെ ഞങ്ങൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ 9 to 5 വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. പോലും പറയണം അതൊരു ചടപ്പ് തന്നെയാണ്. ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ പണിയെടുക്കുക, ബാക്കിയുള്ള നേരമൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഇറ്റ് വാസ് ടോട്ടലി ലൈക്ക് എ ഗുഡ് എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ 2 ദിവസം മുമ്പ് ഞങ്ങൾ കോട്ടക്കലിലുള്ള ഒരു ജിമ്മുണ്ട്, അതായത് കേരളത്തിലത്തെ ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് ജിം എന്നറിയപ്പെടുന്ന ആംസ് ഫിറ്റ്. അപ്പോൾ അവിടെ പോയി വർക്കൗട്ട് ചെയ്തു. ഞാൻ നോർമലി ഒരു 9:30-10 മണി അതിൻ്റെ ഉള്ളിൽ സ്ലീപ്പ് ചെയ്യലുണ്ട്. പക്ഷേ അവിടേക്ക് പോകാൻ തന്നെ ഏകദേശം 3/4 മണിക്കൂർ എടുക്കും. എന്നിട്ട് അവിടെ പോയി വർക്കൗട്ട് ചെയ്താണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നല്ല ടൈം വൈകും. ഈവൻ ദോ ഞാൻ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്തു, ഓലൊപ്പം പോയി. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് ഫൺ. ഞങ്ങൾ ബെഞ്ച് പ്രസ് അടിക്കലും PR അടിക്കലും കുറേ വീഡിയോ എടുക്കലും പോസ് ചെയ്യലും. കാരണം ഞങ്ങൾ അത്രയും സെറ്റപ്പുള്ള ജിമ്മൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അത് വേറെ കാര്യം. അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടുന്ന് കുറച്ച് പ്രീ വർക്കൗട്ടൊക്കെ എടുത്തു, പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. ലൈക്ക് ഇറ്റ് വാസ് എ ഗുഡ് മെമ്മറി. അതെന്തുകൊണ്ടാണ് അടിപൊളിയായത്, അവിടെ എൻ്റെ സ്ലീപ്പ് സാക്രിഫൈസ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം 9:30 ആ ടൈമിലൊക്കെ ഉറങ്ങണ ഞാൻ 11 മണി 11:30 എനിക്ക് ഉറങ്ങാൻ പറ്റിയത്. സ്ലീപ്പ് സാക്രിഫൈസ് ആയി. അതുപോലെ തന്നെ ഫുഡ് കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്, വയറ്റിൽ ഗ്യാസൊക്കെ കയറിനും. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സാക്രിഫൈസിങ് ദി സ്ലീപ്പ് വാസ് വർത്ത് ഇറ്റ്. കാരണം അത്രയും രസം ഉണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേറൊരു ഹോബി ഉണ്ട്, ഫിഷിങ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫിറ്റ്നസ് ഫീൽഡിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു മോർണിംഗിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇവിടെ എടുത്ത് പുഴയിലൊക്കെ ഫിഷിങ്ങിന് ഇറങ്ങും മോർണിംഗ്. അതായത് ലൂർ കാസ്റ്റിങ്, ചേറാൻ, അങ്ങനത്തെ മീനുകളൊക്കെ പിടിക്കാൻ. അതേപോലെ തന്നെ മാസത്തിൽ എപ്പോഴെങ്കിലും 1-2 വട്ടമൊക്കെ ഈ ഞായറാഴ്ച ഒക്കെ ഒഴിവായിക്കാരം. എൻ്റെ ഒപ്പമുള്ളവർക്കൊക്കെ, എനിക്കും ഒപ്പമുള്ളവർക്ക് ഒഴിവായിക്കാരം. അപ്പോൾ ശനിയാഴ്ച രാത്രി എന്ത് ചെയ്യും, ഞങ്ങളൊരു ഫുൾ ഡേ ഫിഷിങ്ങിന് പോകും. കടലിൽ കൊടുക്കലും കാലിക്കറ്റോ അതായത് അല്ലെങ്കിൽ താനൂരോ അങ്ങനെ ഏതെങ്കിലും മറ്റേ പുലിമുട്ടുണ്ടല്ലോ അവിടെ ഫിഷിങ്ങിന് പോകും. അപ്പോൾ ഈ ഫിഷിങ് എങ്ങനെയാ വെച്ചാൽ ഇത് സംഭവം അടിപൊളിയാണ്. രാത്രി വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങും. അതായത് ഒരു വൈകുന്നേരമല്ല, ഒരു രാത്രി ഒരു 9 മണി 10 മണി ആ ടൈമിൽ ഇറങ്ങും. ഫുൾ നൈറ്റ് ഫിഷിംഗ് ആണ്. ഫുൾ ഡേ അല്ല, ഫുൾ നൈറ്റ് ഫിഷിങ്. അതായത് ഉറക്കമൊക്കെ സാക്രിഫൈസ് ചെയ്താണ്ടുള്ള സംഭവമാണ്. രാത്രി പോവും, എന്നിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ചുകൊണ്ട് ഇറങ്ങാം, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. എന്നിട്ട് രാത്രി കടലിലെത്തും. ഇതെല്ലാം സെറ്റാക്കിയിട്ട് അവിടുന്ന് തുടങ്ങാം. അതിൻ്റെ ഇടയിൽ മീനും കൂടി അടിച്ചാൽ പിന്നെ സീനാണ്, ഇൻസെയിൻ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മീനും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്, ഫുള്ള് ഹെഡ്ലൈറ്റുമേലേക്കാരം. ആ ഒരു ഫൈറ്റും പിന്നെ എല്ലാവരും കൂടിയുള്ള ആ ഫണ്ണും പിന്നെ മീനിനെ കുത്തിയെടുക്കണ ആ ഒരു സംഭവം, ലൈക്ക് നമ്മൾ ട്രൈബായിട്ട് ഹണ്ട് ചെയ്യാൻ പോലെ അതേ ഒരു ഫീലാണ്. മീനിനെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ എക്സ്പീരിയൻസ്. അങ്ങനെ എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യും, രാത്രി ഫുള്ള് ചിലപ്പോൾ കുറച്ച് നേരം 1-2 മണിക്കൂറൊക്കെ എന്ത് ചെയ്യുള്ളൂ അവിടെ ഉറങ്ങുള്ളൂ. പിന്നെയും ഫിഷിങ് ചെയ്യും, പിന്നെയും ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങും, പിന്നെയും ഫിഷിങ് ചെയ്യും. സ്ലീപ്പ് അവിടെ സാക്രിഫൈസ് ആവുകയാണെങ്കിൽ പോലും അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു രാത്രി ഫുള്ള് കടലിൽ നിന്നാണ്ട് ഫിഷിങ് ചെയ്യുക. കരയിൽ നിന്നാണ്ടാണ്, ബോട്ടിലൊന്നല്ല. പക്ഷേ ആ ഒരു കാറ്റും ആ ഒരു എല്ലാവരും കൂടിയുള്ള ആ ഒരു വൈബും അടിപൊളിയാണ്. അങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെമ്പല്ലിയും അതേപോലെ ഹമൂറൊക്കെ പിടിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 1-2 കൊല്ലം മുമ്പ്. എന്നിട്ട് എന്ത് ചെയ്യും, രാവിലെ വെയിലാകുമ്പോഴത്തേനൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും ഇറങ്ങും, സാധനമൊക്കെ മടക്കി വെച്ചാണ്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ഇറങ്ങും. എന്നിട്ട് അത്യാവശ്യം നല്ല മീനുണ്ടെന്നുണ്ടെങ്കിൽ തൂക്കിയാണ്ട് അവിടെ കൊടുക്കും, സെല്ല് ചെയ്യും. കാരണം ഈ ചെമ്പല്ലി അമൂർ എന്നൊക്കെ പറയുന്നത് കിലോന് 500 റുപ്യക്ക് കിട്ടുന്ന മീനാണ്. അപ്പോൾ അത്യാവശ്യം വലിയ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് പോരുന്ന വഴിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്തെങ്കിലും പൊറാട്ട അയിലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് മീൻ പിടിച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാവുമോ അതൊന്നല്ല, ആ ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും കൂടിയുള്ള ആ ഒരു വൈബ്. പിന്നെ ലൈഫിൽ ഞാൻ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കി തന്നൊരു സംഭവം, വെൻ പേയിങ് ഫോർ അതേഴ്സ്. അതായത് നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ ചായ എടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ പോയി വിചാരിച്ചു, ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താണ്ട് നമ്മൾ പേ ചെയ്യല്ലോ ആ ഫുൾ എല്ലാവരും പൈസ. അത് ജനറലി ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടിരിക്കണം. അതായത് നമ്മൾ നമുക്ക് വേണ്ടി പേ ചെയ്യുന്നതിനെക്കാട്ടും
നമ്മൾ വേറെ ഉള്ളവർക്ക് വേണ്ടി പേ ചെയ്യുമ്പോൾ ഓര് കഴിച്ചേണ്ടത് അല്ലെങ്കിൽ ഓർക്ക് എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ നല്ല നമുക്ക് ഉള്ളിലൊരു പോസിറ്റീവ് മൂഡ്, ഒരു ഹാപ്പിനെസ് ഉണ്ടാവണേ ഞാൻ ശ്രദ്ധിച്ചു. അതിന് പൈസ തന്നെ ആവണമെന്നില്ല. ആക്ട് ഓഫ് കൈൻഡ്നെസ്. അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, പുലിവാഹ എന്ന് പറഞ്ഞ മീനുണ്ട്, ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് അക്വാറിയത്തിൽ. അപ്പോൾ ഓൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയതിന് ശേഷം അതിന് ഫീഡ് കൊടുക്കണമെങ്കിൽ ലൈവായിട്ടുള്ള സാധനം കൊടുക്കണം ആ മീനിന്. അങ്ങനെയാണ് അതിന് ശീലിപ്പിച്ചിരിക്കുന്നത്. സ്നേക്കഡ് കാറ്റഗറിപ്പെട്ട മീനാണ്. അപ്പോൾ തോട്ടിലൊക്കെ പോയിട്ട് ചെറിയ പരലുകുട്ടികളൊക്കെ പിടിച്ചാണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓൻ ഗൾഫിൽ പോയി, ഓൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, അവൻ്റെ പിമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഓൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് തലേന്ന് പറഞ്ഞു എന്നോട് ഇത് കൊടുക്കു വെച്ചു. ഞാൻ എന്ന് പറഞ്ഞു, ഞാൻ അന്ന് CA ഇൻ്റർ പഠിക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുള്ളൂ, അപ്പോൾ പോയാണ്ട് എന്ത് ചെയ്യും, പിടിച്ചാണ്ട് കൊടുക്കും. പക്ഷേ ഓരോ പ്രാവശ്യം കുളത്ത് പോയിട്ട് വലകൊണ്ട് കോരി, ഞാൻ ഫുൾ എൻ്റെ ഷെഡ്യൂൾ ഫുള്ള് ബിസിയാണ്, ഫുൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിന് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ടൈം കണ്ടെത്തലുണ്ട്. എക്സാം ടൈം ആയപ്പോൾ എനിക്ക് ടൈമില്ലേനു. പിന്നെ ഓല വാഹനം കൊടുത്തു, എനിക്ക് ടൈമില്ലാതെ ഫുഡ് കൊടുക്കാൻ. പക്ഷേ അതുവരെയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ ടൈം കണ്ടെത്തലുണ്ടായിരുന്നു. എന്നിട്ട് മീൻ പിടിച്ച് ഒന്നുമില്ല, ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമില്ല. ഓൻ്റെ ഫ്രണ്ടാണ്, അത്രേ ഉള്ളൂ. മീൻ പിടിക്കും, ഞാനും എൻ്റെ അനിയനും പോയിട്ട് കുറേ പരൽ കുട്ടികളെ പിടിക്കും, എന്നിട്ട് അവൻ്റെ വാക്ക് കൊണ്ടേ കൊടുക്കും. ഈ ഒരു സംഭവമാണ് ആക്ട് ഓഫ് കൈൻഡ്നെസ്. അതായത് നമ്മൾ വേറെ ലെവലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ, മോണിറ്ററി ബെനിഫിറ്റ്സോ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടല്ല, ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും ഒരു ടേക്കർ ഒരു അട്ടൻ്റെ പോലെ ലീച്ചിങ് മൈൻഡ് സെറ്റ് എടുക്കാതെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, നമ്മൾ ഫുള്ള് കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് എടുക്കുക. അത് ഞാനും ഓൻ്റെ തന്നെയാണ് പഠിച്ചത്. കാരണം ഓന് എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്ത സമയത്ത്, എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത സമയത്ത്, ഞാനൊരു 10ാം ക്ലാസ് +1 ഒക്കെ പഠിച്ചിരുന്ന ടൈമിലൊക്കെ ഇന്നിങ്ങനെ ഫിഷിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു തരും. എൻ്റെ അടുത്ത് റിട്ടേൺ കൊടുക്കാനൊന്നുമില്ല, എൻ്റെ ഒന്നും പ്രതീക്ഷിക്കണമില്ല, പക്ഷേ എനിക്ക് മേടിച്ചു തരും. സോ ഐ സ്റ്റിൽ ഓ ഹിം എ ലോട്ട്. അടുത്തൊരു സംഭവമാണ് ഡൂയിങ് അൺകംഫർട്ടബിൾ തിങ്സ്. അതായത് ഉള്ളിലൊരു എന്താ പറയുക, ബട്ടർഫ്ലൈ ഫീലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞങ്ങളവിടെ ഒരു മാങ്ങമൂച്ചിയുണ്ട്, അതായത് മാംഗോ ട്രീ ഉണ്ട്. അപ്പോൾ അതിന് വലിയ കൊമ്പുകളൊക്കെ മുകളിലാണ്. അപ്പോൾ അടിഭാഗം കുറച്ച് കൊമ്പൊന്നും ഇല്ലാത്ത ഏരിയയാണ്. അപ്പോൾ കയറാൻ കുറച്ച് പണിയാണ്, തൂങ്ങി പിടിച്ചൊക്കെ കയറണം. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്തു, കുറച്ച് മുകളിൽ കയറി, ഇവിടെയൊക്കെ മുറിയായി. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് കുറച്ച് പേടിയാണ്, ഹൈറ്റ് കുറച്ച് പേടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് കയറിയത്. ഇവിടെയൊക്കെ വരതി മുറിയായി, എന്നാലും കുഴപ്പമില്ല. കയറി കഴിഞ്ഞപ്പോൾ നമ്മളൊരു സംഭവം അച്ചീവ് ചെയ്തു. ആദ്യം ഒരു പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടിൻ്റെ മുകൾക്കാണ് എത്തിയപ്പോൾ കയറി കഴിഞ്ഞു. ആ ഒരു പേടിനെ നമ്മൾ ഓവർകം ചെയ്തപ്പോൾ ഐ ബിക്കേം ഹാപ്പി, എൻ്റെ മൂഡ് ഇമ്പ്രൂവ് ആയി. എന്താ പറയുക, നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഉള്ളിൽ ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഒരു സ്റ്റേജിമേലൊക്കെ കയറി സംസാരിക്കണം, സ്റ്റേജിമേൽ കയറി പാട്ട് പാടുമ്പോഴൊക്കെ ഉള്ളിൽ നമുക്കൊരു കാളലുണ്ടാവുന്ന ഒരു ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. പക്ഷേ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും. അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിനെസ് കൂടും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും പ്രൗഡായി തോന്നുന്ന അച്ചീവ്മെൻറ്റ്സുകൾ, ഇങ്ങനത്തെ ഗ്രേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകൾ നമ്മൾ നേടിയെടുക്കുമ്പോഴും നമ്മുടെ ഹാപ്പിനെസ്, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, അന്ന് കഷ്ടപ്പെട്ട ആ സംഭവങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിനെസ് ജനറലി ബൂസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. കുറേ കാലത്തെ എന്താ പറയുക കൺസിസ്റ്റൻസി, നല്ല ഫുഡ്, ഡയറ്റ്, ബാക്കിയുള്ളവരൊക്കെ ഓർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കുമ്പോൾ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നല്ല ഫുഡുകൾ മാത്രം കഴിച്ച്, നല്ല വർക്കൗട്ട് ചെയ്ത്, നല്ല സ്ലീപ്പ്, നല്ല 8 hours 7 hours ഒക്കെ സ്ലീപ്പൊക്കെ കിട്ടി, ഒരു 85% ഒക്കെ കൺസിസ്റ്റൻ്റ് ആയി പോയതിൻ്റെ ശേഷം നമ്മൾ നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു എന്താ പറയുക സ്വന്തമായിട്ടൊരു അഭിമാനം ഉണ്ടാവും. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മളെ ഡിസിപ്ലിനും കൺസിസ്റ്റൻസി ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബിൽഡ് ചെയ്ത ഒരു സംഭവമാണത്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഏർലി മോർണിംഗ്സും അതേപോലെ ലേറ്റ് നൈറ്റ്സും ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കുറേ ഉറക്കമൊക്കെ പോയി സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ കാലം ആലോചിക്കുമ്പോൾ, നമ്മൾ ആ കഷ്ടപ്പെട്ട കാലങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതായത് ഞാനിപ്പോൾ CA ഇൻ്റർ പഠിച്ചാണ്ട് അത് പാസ്സായത് കുറേ ദിവസം 4 മണിക്കും 3:30 എണീറ്റ് 12 മണിക്കൂറുകൾ 10 മണിക്കൂറും 12 മണിക്കൂറൊക്കെ പഠിച്ച് അങ്ങനെ പാസ്സായതാണ്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടുകൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സ്റ്റിൽ ഐ ഫീൽ എ ഗുഡ് ഫീലിംഗ്, എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ റിസൾട്ട് കിട്ടിയത് അല്ലേ. അപ്പോൾ അതേപോലത്തെ സംഭവങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മെമ്മറീസ് നമ്മൾ പിന്നെ ആ ബാക്കൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതേ സമയങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര നേരം ഇങ്ങനെ ഒരു ദിവസം സ്ക്രോൾ ചെയ്യുന്നുണ്ട്, എത്ര നേരം നമുക്ക് തന്നെ ഓർമ്മയില്ല അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് ഇങ്ങോട്ട് ബാക്കൊക്കെ തിരിച്ച് ആലോചിക്കുമ്പോൾ
അതിനെക്കുറിച്ച് ഹാപ്പിനെസ് തോന്നലുണ്ടോ? ഇല്ല. ആ ഒരു സംഭവം ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ വെൻ വി ലുക്ക് ബാക്ക് ഓൺ തിങ്സ് ദാറ്റ് വി വർക്ക് റിയലി റിയലി ഹാർഡ്, അങ്ങനെ അച്ചീവ് ചെയ്ത കുറേ സംഭവങ്ങൾ, അങ്ങനെ അച്ചീവ് ചെയ്ത വലിയ വലിയ കാര്യങ്ങളൊക്കെ ബാക്കിക്ക് നോക്കി കാണാൻ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓൺ ഹാപ്പിനെസ്, കുറേ ബുക്കും യൂട്യൂബത്തെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്നതിൻ്റെ പകരം ജസ്റ്റ് ഗോ ഔട്ട് സൈഡ്, ടോക്ക് ടു യുവർ ഫ്രണ്ട്, ക്ലൈംബ് എ ട്രീ, ഹാവ് എ ട്രിപ്പ് വിത്ത് യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ്, അഡ്വഞ്ചർ ട്രിപ്പ്. ടെക്നോളജി വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇരുന്നാണ് ഫോൺ കളിക്കാനല്ല പറയുന്നത്. റിയൽ കോൺവെർസേഷൻസ്, റിയൽ കണക്ഷൻസ്, അങ്ങനൊരു ട്രിപ്പൊക്കെ എടുക്കാം. അതേപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സിനിമക്ക് പോവാം. ഡു ഹാർഡ് തിങ്സ്, അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അപ്പോൾ അതൊക്കെ നല്ലൊരു മെമ്മറി ആയിരിക്കും. അതേപോലെ തന്നെ പേ ഫോർ അതേഴ്സ്, ഡു ആക്ട് ഓഫ് കൈൻഡ്നെസ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യെസ് യു ക്യാൻ ബൂസ്റ്റ് യുവർ ഹാപ്പിനെസ്. ഡോണ്ട് ബി എ ലീച്ച്, ഒരു അട്ടനെ പോലെ ഫുള്ളിങ്ങനെ ഇങ്ങോട്ട് എടുക്കണ പോലെ ചിന്തിക്കരുത്. എന്ത് ചെയ്യുക, മാക്സിമം അങ്ങോട്ട് കൊടുക്കുക. യു ക്യാൻ ഓൺലി ടേക്ക് ഇഫ് യു ഗിവ്. അത് അറിയിക്കുക. നമ്മൾ അങ്ങോട്ട് നല്ല കൊടുക്കണം, എന്നാലേ ഇങ്ങോട്ട് എന്തേ ഉള്ളൂ, ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഫുള്ള് എനിക്ക് മാത്രം എന്നുള്ള ചിന്ത ഉണ്ടാവരുത്. Understand that the best happiness is found or made in the real world that you are avoiding, and not in the technology in which you are searching. I hope this is helpful for you guys. See you in the next video.